reacts. ഹായ് ഗൈസ്, നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് റേഞ്ച് റോവറിന്റെ ഒട്ടുമിക്ക മോഡലിനും നമ്മുടെ ബാറ്ററി റീപ്ലേസ്മെന്റിന് ശേഷം ഓട്ടോമാറ്റിക് വൺ ടച്ച് വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ മാനുവലി എങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ നോർമലി ഒരു ബാറ്ററി നമ്മൾ മെയിൻ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. വൺ ടച്ച് ഓപ്പറേഷൻ, അതായത് ഇതിന് ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യില്ല നമ്മൾ ബാറ്ററി ചെയ്ത് കഴിഞ്ഞാൽ, ബാറ്ററി റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വൺ ടച്ചിന് ഇത് അപ്പാവില്ല. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഹാങ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ സ്പെയർ ടയർ. സ്പെയർ ടയറിന്റെ താഴെയായിട്ടാണ് ബാറ്ററി വരുന്നത്. ഇത് സ്പെയർ വീല് എടുത്തു മാറ്റാനുള്ളൊരു ടൂളാണ്. നമുക്കറിയുന്ന പോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ലാൻഡ് റോവറിന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കാം. കുറേ ഐറ്റം സാധനങ്ങളുണ്ട്, അതൊന്നും വേണ്ട നമുക്ക്, നമ്മുടെ വീഡിയോയിൽ ഇതില്ലല്ലോ. അപ്പോൾ ഇതിന്റെ താഴെയായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. ഇതാണ് ഇമ്പോർട്ടന്റ്. 90AH 850 ആംപിയർ AGM ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ബാറ്ററിന്റെ ലൊക്കേഷൻ എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞെന്നുള്ളൂ ബാറ്ററിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റാം. അപ്പോൾ അതിന് വേറൊരു ഡീലർഷിപ്പിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഏതൊരാൾക്കും മാറ്റാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത് ലാൻഡ് റോവർ. പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടെർമിനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ ബാറ്ററി റീഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ വേറെ വിൻഡോസ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഒരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ബട്ടണും ഹോൾഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ 4 ബട്ടൺസും ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആയി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവുന്നുണ്ട് 1 പ്രസ്സിൽ.